അത് ക്ലിനിക്കൽ സൈഡിലേക്ക് വരും. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത് ഒരു ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് അമ്മയുടെ ഉദരത്തിലെ 3-ാമത്തെ ആഴ്ച തൊട്ട് ആ വൂമ്പായിരിക്കുന്ന സമയത്ത് തൊട്ട് തന്നെ ഇതിൻ്റെ ന്യൂറോൺ പ്ലേറ്റുകൾ ഡെവലപ്പ് ആകാൻ തുടങ്ങും ഈ കുഞ്ഞിൻ്റെ. അപ്പോൾ അതിന് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതും അമ്മയുടെ ഇമോഷൻ അടക്കം ഇതിനുള്ളിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. അമ്മയ്ക്ക് ചില സമയത്ത് പ്രഗ്നൻസി അയക്കുന്ന സമയത്ത് അമ്മമാർക്ക് കൂടുതൽ പേടിയായിരിക്കും. അപ്പോൾ ആരെങ്കിലും വരുമോ, ചില പണ്ടത്തെ ചില ചിന്തകൾ പറഞ്ഞു കൊടുക്കില്ല, മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു കൊടുക്കും, രാത്രി ഇറങ്ങരുത്, ഇറയത്ത് പോയി ഇരിക്കരുത്, അവിടെ ഇരിക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അമ്മമാർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ലോക്ക് ചെയ്യും, ചിലപ്പോൾ കട്ടിൻ്റെ അടിയിൽ ആരെല്ലാം ഉണ്ടോ നോക്കുകയും ചെയ്യും, ചിലപ്പോൾ ഡോറ് 2 തവണ നോക്കും. പിന്നെ ഈ പറഞ്ഞ ഗ്യാസ് സ്റ്റവ് അത് എന്തൊക്കെയായിട്ട് അത് അങ്ങനെ സ്വാഭാവികമായിട്ട് അവർ ചെയ്തു പോകുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ഇവിടെ മനസ്സിലേക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഈ കുഞ്ഞിലേക്കും കിട്ടും, അമ്മമാർ ചെയ്യുന്ന കുഞ്ഞിലേക്കും കിട്ടും. ഇത് 7 വയസ്സ് വരെ ആ കുഞ്ഞിനറിയില്ല, കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആയിട്ടുണ്ടാവില്ല, ആ കുഞ്ഞിന് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ 7 വയസ്സ് വരെ എന്ത് കിട്ടുന്നോ അത് ബ്രെയിനിൽ ഫീഡ് ചെയ്യും. അത് ഉപബോധം മനസ്സിലേക്ക് വരും, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക്. ഇത് പിന്നീട് ഒരു കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഇവർ പോലും അറിയാതെ ഒരു ട്രിഗർ ഇൻസിഡൻറ്റ് ഇതിനോട് സാമ്യമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ റീസൺ. അത് ഫ്രം ദ ബർത്ത് ഇറ്റ് സെൽഫ്, ഫ്രം ദ വൂംബ് ഇറ്റ് സെൽഫ് എന്ന് പറയാം.